രണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദം കൊഴുക്കുകയാണ്. ഒന്ന് ധർമ്മസ്ഥലയുമാണ്. അവിടെ മലയാളിയായ മനാഫ് എത്തി. ഇന്ന് ഗുരുവായൂരിൽ ജാസ്മിൻ എത്തി. ഈ രണ്ടുപേരും എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ക്ഷേത്ര സങ്കേതങ്ങളെയും തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ എന്താ? പിന്നെ ധർമ്മസ്ഥല എന്താണെന്ന് നമ്മൾ കണ്ടു. എത്ര വലിയ കൊടിയ ഒരു ആക്ഷേപമാണ് അതിനെതിരെ ഉന്നയിച്ചത്, അല്ലേ? അതും ആ ധർമ്മസ്ഥലയിൽ ആ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന അല്ലെങ്കിൽ അവിടുത്തെ ഭക്തരായ പെൺകുട്ടികളെ കൊന്നു കുഴിച്ചിട്ടു. ഇതാണ് ആക്ഷേപം. ഒരാൾ വന്ന് പറയാണ് ഞാനാണ് കുഴിച്ചിട്ടത്. ലോകം മുഴുവനും വിശ്വസിക്കില്ലേ? ആരെങ്കിലും ഇങ്ങനെ സ്വയം കുറ്റം ഏറ്റുവന്ന് പറയൂ, ഞാൻ ഇത് കൊന്ന് എന്നോട് കുഴിച്ചിടാൻ പറഞ്ഞു, ഞാൻ കുഴിച്ചിട്ടു. അപ്പൊ കൊന്നതാരാണ്? അന്വേഷണം. ഈ ക്ഷേത്രങ്ങളുമായി വിശ്വാസമില്ലാത്ത രണ്ടുപേരാണ് രണ്ട് ക്ഷേത്രങ്ങളിലെയും വളരെ ഇത്തരം കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. അതെ. പക്ഷെ അവിടുത്തെ വിശ്വാസികൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലേ? അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലാത്തതല്ല, അവർ അസംഘടിതരാണ്. വരുന്നു, തങ്ങളുടെ ദുഃഖങ്ങളും തങ്ങളുടെ നന്മകളും തങ്ങളുടെ മൂല്യങ്ങളുമായിട്ട് വരുന്നു. അത് ഭഗവാന്റെ മുന്നിൽ ഇറക്കി വയ്ക്കുന്നു. അവർ അവിടുത്തെ പ്രസാദവും വാങ്ങി മടങ്ങിപ്പോകുന്നു. നോക്കൂ, ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഈ പണ്ടൊരു ചിത്രം വരയ്ക്കുന്ന അതെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ വിവാദം, ആ സ്ത്രീ ഇറക്കി വിടാൻ ഹൈക്കോടതി വേണ്ടി വന്നു. അതെ. പിന്നെ അവിടെ കേക്ക് മുറിക്കുന്നു, ഭക്തജനങ്ങളെ വിരട്ടുന്നു. ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം ആരെല്ലാം കമന്റ് ഇടുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് ചോദിക്കും. ആ രീതിക്ക് വളരുന്നത് കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ പുതുതായും ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതും അവസാനം കോടതി ഇടപെടുന്ന ഒരു രീതിയിലേക്ക് പോയി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് കോടതിയിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ മാപ്പ് പറഞ്ഞ അവസാന ഘട്ടത്തിൽ. നമ്മുടെ രാജ്യത്തെ അവസ്ഥ ഇതാണ്. ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയ്ക്ക് ഈ കാര്യങ്ങളൊന്നും നേരിടാനുള്ള ശക്തി നിയമം മൂലം അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഈ ക്ഷേത്രവിശ്വാസികളല്ലാത്ത ഇത്തരം ആൾക്കാർ എന്തു കുഴപ്പങ്ങൾ കാണിച്ചാലും അവർക്ക് ന്യൂനപക്ഷം എന്നൊരു സുരക്ഷാ കവചമുണ്ട്. അവർ സംഘടിതരാണ്. നോക്കൂ, അതിനകത്തും വളരെ നല്ല മനുഷ്യരുണ്ട്, നല്ല മൂല്യങ്ങളുള്ളവരുണ്ട്, മര്യാദയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് കൂടെ ചീത്തപ്പേരാണ് ഇത്തരം ആൾക്കാർ. അവർക്ക് കൂടി ആക്ഷേപവും പരിഹാസവും സൃഷ്ടിക്കുകയാണ് ഇത്തരം ആൾക്കാർ. ഈ ചിത്രം വരക്കാരിയെ പോലെ ഇപ്പോൾ ഈ പ്രൊമോഷൻ വീഡിയോയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന കോടതിയെ പോലും കോടതിയെ ഭയമില്ല, നിയമത്തെ ഭയമില്ല, ഈ പറയുന്നത് പോലെ ഭരണ സംവിധാനത്തെ ഭയമില്ല, ഒന്നിനെയും ഭയമില്ല, ദൈവത്തെ പോലും ഭയമില്ല. അങ്ങനെ അവരാണ് ഒന്നുകിൽ ഇത് മതം തലയ്ക്ക് പിടിച്ച എന്താ പറയുക, ആസൂത്രിതമായി എന്തോ ഒരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ന്യൂ ലിബറൽ ഈ പുതിയ ഈ കമ്മ്യൂണിസത്തിന്റെ പുതിയ വകഭേദം ഉണ്ടല്ലോ. മതത്തിൽ വിശ്വാസം ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അവർ സ്വന്തം മതത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടും സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കാൻ വേണ്ടിയുമാണ് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതെ, അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇവരെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ വേടന്റെ കഥ തന്നെ അറിയാമല്ലോ. ഈ വേടൻ എതിരെ വലിയ ആക്ഷേപവും ആരോപണവും ഉയർന്നു. ഒന്ന് നോക്കൂ, വേറെ ഒരു ആളിനെതിരെയാണ് ഇത് ഉയർന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു കഥകളി കലാകാരനെതിരെയാണ് അല്ലെങ്കിൽ ഒരു പാട്ടുകാരനെതിരെയാണ് ഇത് ഉയർന്നിരുന്നതെങ്കിൽ അവിടെ ഉടനെ സവർണ, ജന്മിത്വ, ഫ്യൂഡൽ, മാടമ്പി എന്തെല്ലാം കയറി വന്നേനെ. ബൂർഷ്വ, പെറ്റി ബൂർഷ്വ ഒക്കെ പറഞ്ഞ് അവനെയും ക്രൂശിച്ച് അവൻ്റെ കുടുംബത്തെയും നശിപ്പിച്ച്, അല്ലെ, പരിഹസിച്ച്, ആക്ഷേപിച്ച് സൈബർ ആക്രമണം നടത്തി. മനാഫുമായി ബന്ധപ്പെട്ട് നാം കണ്ടല്ലോ. മനാഫ് ഇപ്പോൾ അദ്ദേഹം തന്നെ തുറന്നു പറയണേ, ഞാൻ 5 മാസമായി ഇതിന് പുറകെ ഉണ്ട്, ധർമ്മസ്ഥലയ്ക്ക് പുറകെ ഉണ്ടെന്ന് പറയുകയാണ്. നമുക്ക് ഈ അർജുന്റെ സമയത്ത് ഈ അർജുന്റെ കുടുംബത്തെ അപമാനിക്കാനായി മനാഫ് ശ്രമിക്കുന്നു എന്ന് ആ കുടുംബം തുറന്നു പറഞ്ഞപ്പോൾ അവർക്കെതിരെ സംഘടിതമായ ഒരു ആക്രമണം ഉണ്ടാകുകയും ഇപ്പോൾ മനാഫ് ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ. ആ ചാനലിലേക്ക് വലിയ രീതിയിൽ ചിലർ ഒഴുകിയെത്താനുള്ള കാരണം എന്തായിരുന്നു? ഈ കുടുംബത്തിന്റെ ആരോപണം ഉള്ളത് കൊണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തി മനാഫിനോടൊപ്പം ചേർന്ന് മനാഫിന്റെ ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്.
ഇവർക്ക് വലിയ രീതിയിൽ സംഘടിതമായ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടല്ലേ? സംഘടിതമായ പിന്തുണയുണ്ട്, വലിയ തോതിൽ പണം ലഭിക്കുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. ഇതെല്ലാമാണ് ഇവരെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ധൈര്യം നൽകുന്നത്. നോക്കൂ, എന്താവശ്യമാണ് ഈ ധർമ്മസ്ഥല പോലൊരു ഒരു ക്ഷേത്ര നഗരിയിൽ ചെന്ന് ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കേണ്ടത്? ഇപ്പോൾ എന്താ ഈ വെളിപ്പെടുത്തൽ നടത്തി എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി അറസ്റ്റിലായി. മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് വന്ന അമ്മ കണ്ടം വഴി ഓടി. അവിടെ ഒന്നും പുല്ല് കിളിർക്കില്ല. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനാഫ്, കർണാടക പോലീസ് ഇനി മനാഫിൻ്റെ കാര്യത്തിൽ വെറുതെ ഇരിക്കുമെന്നാണോ തോന്നുന്നത്? പിന്നെ ഈ പറയുന്നത് പോലെ സംഘടിതമായ പിന്തുണയും വലിയ തോതിൽ പണവും കയ്യിലുള്ളത് കൊണ്ട് കുറേ കാലം പിടിച്ചു നിൽക്കാം. പക്ഷേ ഒരുപാട് കാലം ഇതൊന്നും ഇങ്ങനെ പോകില്ല. ഇത് വളരെ ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗത്തെ, അവരുടെ അസംഘടിതമായ അവസ്ഥയെ ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാണ്, ജനങ്ങൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ ചിലപ്പോൾ നമ്മളതൊക്കെ പലയിടത്തും കണ്ടതാണ്. പല മുൻ അനുഭവങ്ങളും നമുക്കുണ്ട്, എങ്ങനെയൊക്കെയാണ് മനുഷ്യർ പെരുമാറുന്നത്. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു ചൊല്ലുണ്ട്. അത് ഇവിടെ എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിരപരാധികൾക്ക് പോലും ആപത്തുണ്ടാക്കും. അത് അങ്ങോട്ടേക്കൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിതിനെക്കുറിച്ച് ഈ മുന്നറിയിപ്പ് നൽകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യർ എല്ലാ കാലവും എല്ലാവരും എല്ലാം ക്ഷമിച്ചിരിക്കില്ല. അവർ ഒരു ദിവസം പൊട്ടിത്തെറിക്കും. ഈ അസംഘടിതരാണ് എന്നൊന്നും കരുതണ്ട. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ തിരുവനന്തപുരത്ത് നേമത്തിനടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ട ഒരാളെ വിളിച്ചു വരുത്തി. ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അത് കാണുകയും ആ മെസ്സേജ് അയക്കുന്നതും ഇടപെടുന്നു. ഒരു കള്ളപ്പേരിൽ, ഒരു ചെറുപ്പക്കാരൻ്റെ പേരിലാണ് ഒരാൾ, 50 വയസ്സുള്ള ഒരാളാണ് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അയാളെ വിളിച്ചു വരുത്തി, ഈ പെൺകുട്ടി വഴി വിളിച്ചു വരുത്തി, കാണണമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി. പെൺകുട്ടിയുടെ ബന്ധുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് കയ്യും കാലും ഓടിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുക. 4 പേരെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇതെവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം ചെന്നെത്തി നിൽക്കുകയാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇവർക്കുണ്ടോ? അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന ഹിന്ദുക്കൾ പോലും അവിടെ ഷൂട്ട് ചെയ്യാറില്ല. ക്ഷേത്രത്തിന് പുറത്ത് ഇറങ്ങി നിന്ന് ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡാൻസോ പാട്ടോ അങ്ങനത്തെ പരിപാടികളുണ്ടെങ്കിൽ, ഇപ്പോൾ കൃഷ്ണനാട്ടമുണ്ട്, അതുപോലെ കഥകളി നടക്കാറുണ്ട്, സംഗീത കച്ചേരികൾ നടക്കാറുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അത് ക്ഷേത്രത്തിന് പുറത്താണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇത്തരം ഈ ഹിന്ദുക്കൾ പോലും, വിശ്വാസികളായ ആൾക്കാർ പോലും റീലുകൾ എടുക്കുന്നതിന് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ. ഈ പറയുന്നത് പോലെ കോടതിയുടെ ഇടപെടലും കൂടെ വന്നതുകൊണ്ട് ആ ക്ഷേത്ര പരിസരത്തെങ്ങും കുറച്ച് അകലെ മാറി വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ദർശനത്തിന് വരുന്ന ആൾക്കാരെ ഭക്തരെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്തരുത്. അങ്ങനെ തടസ്സപ്പെടുത്തി ഈ റീലുകളൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്കിതുകൊണ്ട് എന്താണ് ലാഭം? സമൂഹത്തിൽ ഇതിനെ സ്വന്തം വിശ്വാസമുള്ള മതസ്ഥാപനങ്ങളെ ഒഴിവാക്കുക, എന്നിട്ട് ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ കയറി ഇത്തരം അന്യായങ്ങൾ കാണിക്കുക. അത് അവസാനം വലിയ സാമൂഹ്യ വിപത്തായി മാറുക, അവിടെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുക. ഏത് സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഏത് ആരാധനാലയത്തിന് മുമ്പിൽ വെച്ചാണോ ഇത് ചെയ്യുന്നത്, അവിടെ സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ വരുന്ന, ദർശനത്തിന് വരുന്ന ഭക്തരെ ഓടിക്കുക, അതിൻ്റെ പേരും പെരുമയും പ്രൗഢിയും കളയുക. ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം. അതവർ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. നേരത്തെ ഒരു ചിത്രകാരി കൃഷ്ണൻ്റെ ചിത്രവും വരച്ച് ഈ പറയുന്നത് പോലെ വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. അവരെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പോലീസിൽ ഉൾപ്പെടെ റിപ്പോർട്ടുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയിൽ ഉൾപ്പെടെ റിപ്പോർട്ടുണ്ട്, കേസുകളുണ്ട്. ഇതൊക്കെ വലിയ വിഷയമായി അവസാനം ഹൈക്കോടതി ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത്, മേലാൽ അതിൻ്റെ പരിസരത്ത് പോയി ഈ വേണ്ടാധീനം കാണിക്കരുത്. അവിടെ കൊണ്ടുവച്ച് കേക്ക് മുറിക്കുക, ഈ പറയുന്ന ക്ഷേത്ര പരിസരത്ത് വെച്ച് പിറന്നാളിന് കേക്ക് മുറിക്കുക, ഇതൊക്കെ ആരോടാണ് ഈ വെല്ലുവിളി നടത്തുന്നത്? ഇതിനൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്നാണ് നിങ്ങളൊക്കെ കരുതുന്നതെങ്കിൽ അത് തെറ്റി. അത് ഈ സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. അവരെ ഇങ്ങനെ ഈ കുത്തി അവരെ കളത്തിലേക്ക് ഇറക്കരുത്. അത് ഇറക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ആപത്ത്.
അത് കവിഞ്ഞൊന്നും നമുക്ക് പറയാനില്ല. നമ്മളെല്ലാവരും ഈ എന്താ പറയുക, സമാധാനത്തോടും ശാന്തിയോടും സന്തോഷത്തോടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ആരുടെയും മെക്കിട്ട് കയറാൻ പോകുന്നവരല്ല. അങ്ങനെയുള്ള ഒരു വലിയ സമൂഹം, അത് എല്ലാ മതവിഭാഗത്തിലും പെട്ടവരുണ്ട്. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാ മതങ്ങളിലും സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവരുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുത്. അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും നാളെ അവരുടെ ചോദ്യങ്ങൾക്ക്. അത് ഒരു വലിയ സാമൂഹ്യ വിപത്തായി മാറും എന്നുള്ളതാണ്. നിരപരാധികളായ മനുഷ്യരുടെ ചോര മണ്ണിലേക്ക് വീഴാൻ അനുവദിക്കരുത്, ദയവായി അനുവദിക്കരുത് എന്നുള്ള അപേക്ഷയാണുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന, അത് ജാസ്മിൻ ആയാലും കൊള്ളാം, മനാഫ് ആയാലും കൊള്ളാം, ഈ വീഡിയോയ്ക്ക് യൂട്യൂബിൽ ആളെ കൂട്ടാനാണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇത് 5 മാസം മുമ്പേ എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുമ്പം വ്യക്തമാണ്. ഒരു ഗൂഢാലോചന അതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. ആ ക്ഷേത്ര നഗരിയെ തകർക്കാൻ, അവിടുത്തെ ആ ട്രസ്റ്റിനെ തകർക്കാൻ, അവിടുത്തെ വിശ്വാസികളെ അതിന്മേലുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ ഒക്കെ കരുതി കൂട്ടി ആസൂത്രണം ചെയ്തുള്ള ഗൂഢാലോചനയാണ്. ഇത് നല്ലതല്ല. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. അത് തലയെ തീ പിടിപ്പിക്കും, വലിയ ദോഷം ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ.